സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് NCERT സിലബസിലെ 10th സ്റ്റാൻഡേർഡിലുള്ള മാത്തമാറ്റിക്സ് ആണ്. അതിലെ 8th ചാപ്റ്റർ ആവുന്ന ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സെക്ഷൻ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആണ്. 45 ഡിഗ്രി എന്ന് പറയുന്ന റേഷ്യോസ് ആണ് ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. 45 ഡിഗ്രി റേഷ്യോസ്, ഒരു ട്രയാങ്കിളിൽ നമ്മൾ 45 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ അടുത്ത ആംഗിളും 45 ഡിഗ്രി എടുത്തു, അതിൻ്റെ അടുത്ത ആംഗിൾ 90 ഡിഗ്രി എടുത്തു. അങ്ങനെ ഒരു ട്രയാങ്കിളിന് 3 ആംഗിൾസ് ഉണ്ട്. ഒരു ആംഗിൾ വന്നിട്ട് 45 ഡിഗ്രി, അടുത്ത ആംഗിൾ 45 ഡിഗ്രി, നെക്സ്റ്റ് ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 ആണ്. അതായത് ഈ 45ന്റെ റേഷ്യോ 1 ആയിരിക്കും, ഈ 45ന്റെ റേഷ്യോ 1 ആയിരിക്കും, ഈ 90യുടെ റേഷ്യോ √2 ആയിരിക്കും. ഇത് കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ റേഷ്യോ കറക്റ്റ് ആയിട്ടാണോ വരുന്നത്? 45, 45, 90 എന്നുള്ള ആംഗിളിൽ നമ്മളൊരു ട്രയാങ്കിൾ വരച്ചാൽ അതിന്റെ റേഷ്യോസ് എപ്പോഴും 1:1:√2 ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം ഞാനൊരു 6 സെന്റിമീറ്ററിൽ ബേസ് ഉള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പോവുകയാണ്. അത് ബേസ് വന്നിട്ട് 6 സെന്റിമീറ്റർ എടുക്കാം. ഇതാണ് 6. നിങ്ങളും സ്കെയിലിൽ എടുത്തിട്ട് 6 സെന്റിമീറ്റർ വരയ്ക്കുക. ഓക്കെ, ഞാൻ 6 സെന്റിമീറ്റർ അളന്നെടുത്തു. ഇനി എനിക്കിവിടെ 90 ഡിഗ്രിയുടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വേണം. 90 ഡിഗ്രി നോക്കുക, ഈ ലൈൻ എൻഡ് ആവുന്ന ഇവിടെ വേണം 90 ഡിഗ്രി എടുക്കാൻ. ഈ 90 ഡിഗ്രിയുടെ അവിടെ ഞാൻ മാർക്ക് ചെയ്തു, ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഈ പോയിന്റും ഈ എൻഡും കൂടെ ചേർത്ത് ഒരു ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. ലൈൻ വരച്ചു. ഓക്കെ, ഇത് വന്നിട്ട് 6 സെന്റിമീറ്റർ AB. ഈ ലൈനിന്റെ പേര് AB എന്നാണ്. ഞാൻ ഇവിടെ 90 ഡിഗ്രി പ്രൊട്രാക്ടറിൽ എടുത്തു, ഒരു ലൈൻ വരച്ചു. ഇനി ഞാൻ ഇവിടെ 45 ഡിഗ്രി എടുക്കാൻ പോവുകയാണ്. അപ്പൊ ഈ എൻഡില് ഈ മാർക്ക് വരണം. ഇവിടെ നിന്ന് 45, ഇതാണ്. ഇവിടെ നിന്ന് നോക്കൂ, 40. ഇതാണ് 0 ഡിഗ്രി, 10, 20, 30, 40, 45. ഈ 45 വരുന്ന ഇവിടെ മാർക്ക് ചെയ്യണം. ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ എൻഡും ഈ പോയിന്റും കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പൊ AB, ഈ ലൈന് ഞാൻ C എന്ന് കൊടുത്തു. ഇവിടെ ഞാനിത് വന്നിട്ട് 45 ഡിഗ്രിയാണ് എടുത്തത്. ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 45 ഡിഗ്രി. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? ഈ 100 ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 ആണ് അല്ലേ? ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180. ആ 180 നിന്ന് ഈ 90 ഡിഗ്രി പ്ലസ് ഈ 45 ഡിഗ്രിയും കൂടെ മൈനസ് ചെയ്താൽ ഇവിടെ ഉള്ള ആംഗിൾ എത്ര എന്ന് കിട്ടും. അപ്പോൾ 180 ഡിഗ്രി മൈനസ് 90 പ്ലസ് 45, 135. 135 180 പോയാൽ ബാലൻസ് എത്രയാണ്? 45 ഡിഗ്രി. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രി. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കുന്നതെന്ന്. ഇനി അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ഇവിടെ ഉള്ളത് 6 സെന്റിമീറ്റർ ആണ് എടുത്തത്. പക്ഷെ ഈ സൈഡിന്റെ ലെങ്തോ ഈ സൈഡിന്റെ ലെങ്തോ എനിക്കറിയില്ല. നമുക്കൊന്ന് അളന്ന് നോക്കാം. ഞാൻ ഈ സൈഡിന്റെ ലെങ്ത് അളക്കാൻ പോവുകയാണ്. ഇത് മെഷർ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? കറക്റ്റ് 6 കിട്ടുന്നു. ഉണ്ടോ? 6. ഇത് 6 ആയിരുന്നു, ഇതും 6 തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഇവിടുത്തെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ. ഇനി ഇത് നമുക്ക് പൈതോറസ് തിയറം വെച്ചൊന്ന് ചെയ്ത് നോക്കാം. ഹൈപ്പോട്ടേനസ് ആണ് അല്ലെ? ഇത് ബേസ്, ഇത് ആൾട്ടിറ്റ്യൂഡ്, ഇത് വന്നിട്ട് എന്താണ്? ഹൈപ്പോട്ടേനസ്. അപ്പൊ ഹൈപ്പോട്ടേനസ് ആരാണ്? BC. അപ്പൊ BC സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ AB സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ AC സ്ക്വയർ. ഈ സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? റൂട്ട് ആവും. അപ്പം BC ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് AB. AB എത്രയാണ്? AB എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ 6 സ്ക്വയർ. പിന്നെ എന്താണ്? AC എന്ന് പറയുന്നതും 6 ആണ്. അപ്പൊ പ്ലസ് AC സ്ക്വയറിന്റെ അവിടെ എന്താവും? 6 സ്ക്വയർ. BC is equal to root of 6ന്റെ സ്ക്വയർ. 6 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? 6നെ 6 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 6നെ 6 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എത്ര കിട്ടും? 36 കിട്ടും. അപ്പൊ 6 സ്ക്വയർ എത്രയാണ്? 36 പ്ലസ് ഈ 6ന്റെ സ്ക്വയർ എത്രയാണ്? 36. ഓക്കെ,
എ പ്ലസ് എ എന്ന് വെച്ചാൽ എന്താ എത്രയാണ് 2a അല്ലെ? എയും എയും കൂട്ടി ആൻസർ എത്രയാണ് 2a. അപ്പൊ 36 പ്ലസ് 36ന് നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 36 എന്ന് എഴുതാം അല്ലെ? ഇത് വന്നിട്ട് വേരിയബിൾ ആയതുകൊണ്ട് ഇവിടെ ഇൻറ്റു ഇടേണ്ട ആവശ്യമില്ല, 2a നമുക്ക് എഴുതാം. ഇതൊരു നമ്പർ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഇൻറ്റു ഇട്ട് കൊടുക്കണം. അപ്പൊ 36 പ്ലസ് 36 എന്താണ്? 2 ഇൻറ്റു 36. റൂട്ട് ഓഫ് എ ഇൻറ്റു ബി എന്ന് വെച്ച ആൻസർ എന്താണ്? റൂട്ട് എയും ഇൻറ്റു റൂട്ട് ബി എന്നാണ് അല്ലെ? എയുടെ റൂട്ടും കാണണം, ഇൻറ്റു ബിയുടെ റൂട്ടും കാണണം. അപ്പൊ അതേ ഫോർമാറ്റിലാണ് ഇതിരിക്കുന്നത്. റൂട്ട് ഓഫ് 2 ഇൻറ്റു 36. അപ്പൊ ബി സി ഇസിക്കൽ ടു റൂട്ട് 2ഉം കാണണം, റൂട്ട് 36ഉം കാണണം. ബി സി ഇസിക്കൽ ടു റൂട്ട് 36ന്റെ റൂട്ട് എത്രയാണ്? 6ന്റെ സ്ക്വയർ ആണ് 36. അപ്പൊ 36ന്റെ റൂട്ട് 6. അപ്പൊ 6 എന്ന് കിട്ടും. 36ന്റെ ആൻസർ 6 കിട്ടും. റൂട്ട് 2ന് വാല്യൂ ഇല്ല, അപ്പൊ റൂട്ട് 2. അപ്പൊ 6 റൂട്ട് 2 ആണ് ബി സി എന്ന് പറയുന്നത്. ബി സിയുടെ വാല്യൂ എത്രയാണ്? 6 റൂട്ട് 2. അതായത് റൂട്ട് 2 എന്ന് പറയുന്നത് 1.41421 ഇങ്ങനെ പോകുന്ന ഒരു നോൺ ടെർമിനേറ്റിംഗ് ആയി പോകുന്ന ഒരു നമ്പർ ആണ് റൂട്ട് 2ന്റെ വാല്യൂ എന്ന് പറയുന്നത്. റൂട്ട് 2 എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പർ ആണ്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? 6 കൊണ്ട് റൂട്ട് 2നെ ഇൻറ്റു ചെയ്യുക എന്നാണ്. അപ്പൊ റൂട്ട് 2ന്റെ വാല്യൂ ഇതല്ലേ, 1.414. ഇത്രയും ഞാൻ എടുത്തു. ഇതിൽ നിന്ന് ഇത്രയും വാല്യൂസിന് ഞാൻ എടുത്തു. അതിൽ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? റൂട്ട് 2 ഇൻറ്റു 6 ആണ്. അപ്പൊ 6 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 6 റൂട്ട് 2ന്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടും. 6 ഇൻറ്റു 4 എത്രയാണ്? 24. ബാലൻസ് 2. 6 ഇൻറ്റു 1 6. 6 പ്ലസ് 2 8. 6 ഇൻറ്റു 4 24. ബാലൻസ് 2. 6 ഇൻറ്റു 1 6. 6 പ്ലസ് 2 8. അപ്പം 8.484 ആണ്. ഇതിന് നമുക്ക് റൗണ്ട് ചെയ്ത് 8 ഈ 8 എന്താവും? 1 ആയിട്ട് ഇതിലൂടെ ആഡ് ആവും. അപ്പൊ 8.5 എന്ന് എടുക്കാം. റൗണ്ട് ചെയ്ത് 8.5 എന്ന് എടുക്കാം. നമുക്ക് ഇനി അതൊന്ന് അളന്ന് നോക്കാം. കണ്ടോ? 8.5ലാണ് നിൽക്കുന്നത് ലൈന്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ മൂന്നാമത്തെ സൈഡ് 8.5 ആണ്, അല്ലെങ്കിൽ 6 റൂട്ട് 2 ആണ്. അപ്പൊ ഈ മൂന്ന് സൈഡിലും ഞാൻ വന്നിട്ട് ഇത് മാത്രമേ മെഷർമെന്റ് ചെയ്തോളൂ. ബാക്കിയെല്ലാം അല്ലാണ്ട് 90 ഡിഗ്രി പ്രൊട്രാക്ടറിലും 45 ഡിഗ്രി പ്രൊട്രാക്ടറിലും എടുത്ത് വരയ്ക്കുക മാത്രമാണ് ചെയ്തത്. വരച്ചിട്ട് അളന്ന് നോക്കിയപ്പോൾ ഇത് 6 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. ഇത് 6 റൂട്ട് 2 അല്ലെങ്കിൽ 8.5 ആണെന്നുള്ളതും കിട്ടി. അപ്പൊ ഇത് അതായത് 45:45:90 ഡിഗ്രിയിൽ എനിക്ക് കിട്ടിയ വാല്യൂസ് ആണ് ഇത്. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് അത് വരച്ചിടുകയാണ്. ഇവിടെ 6 കിട്ടി, ഇവിടെ 6 കിട്ടി, ഇവിടെ 6 റൂട്ട് 2 അല്ലെങ്കിൽ 8.5 ആണ് കിട്ടിയത്. ഇനി ഞാൻ അടുത്തൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പോകണം. 6ന് പകരം 7 സെന്റിമീറ്റർ എടുത്തൊരു ട്രയാങ്കിൾ നമുക്ക് വരച്ചു നോക്കാം. ഞാൻ 7 സെന്റിമീറ്റർ എടുക്കാൻ പോവുകയാണ്. നിങ്ങളും നിങ്ങളുടെ സ്കെയിലും പെൻസിലും യൂസ് ചെയ്ത് ഒരു 7 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക. ഇത് 7 സെന്റിമീറ്റർ ഉണ്ട്. എ ബി. ഇനി ഞാൻ ഇവിടെ 90 ഡിഗ്രി എടുത്ത് പ്രൊട്രാക്ടറിൽ എടുത്ത് ഒരു ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. 90 ഡിഗ്രി. മാർക്ക് ചെയ്തു. ലൈനും വരച്ചു. അപ്പൊ എ ബി എന്ന് പറഞ്ഞ ലൈൻ വരച്ചു. ഇവിടെ 90 ഡിഗ്രിയുടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഇനി ഞാൻ ഇവിടെ 45 ഡിഗ്രി എടുക്കാൻ പോവുകയാണ്. അറിയാലോ, ഇതാണ് 45. അത് പോയിന്റ് ചെയ്തു. ഞാൻ 45 ഡിഗ്രിക്ക് ഞാൻ ഇവിടെ വരയ്ക്കാൻ പോവുകയാണ്. വരച്ചു. അപ്പൊ എ ബി സി എന്ന് കൊടുത്തു. ഇനി നമുക്കിത് അളന്ന് നോക്കാം, ഇത് എത്രയാണ്. കണ്ടോ? 7 ഉണ്ട്. കറക്റ്റ് 7 ആണ് ഇതിന്റെ സൈഡിന്റെ ലെങ്ത്. അത് 7 സെന്റിമീറ്റർ കിട്ടി.
ഇനി ഇവിടത്തെ നോക്കാം. ബി സി എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ അല്ലേ? എ ബി എന്ന് പറഞ്ഞാൽ 7, 7ന്റെ സ്ക്വയർ പ്ലസ് എ സി എന്ന് പറയുന്നതും 7, 7ന്റെ സ്ക്വയർ. ബി സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 7ന്റെ സ്ക്വയർ 7 into 7 49 പ്ലസ് 7 into 7 49. ബി സി ഈസ് ഈക്വൽ ടു എ പ്ലസ് എ എന്ന് വെച്ചാൽ 2a, അപ്പൊ 2 into 49. 2 into 49 ബി സി ഈസ് ഈക്വൽ ടു ഈ 2ന്റെ റൂട്ടും കാണണം ഇൻറ്റു 49ന്റെ റൂട്ടും കാണണം. ബി സി ഈസ് ഈക്വൽ ടു 49ന്റെ റൂട്ട് 7 അല്ലെ? 7ന്റെ സ്ക്വയർ ആണ് 49 എങ്കിൽ 49ന്റെ റൂട്ട് 7 ആയിരിക്കും. 7 റൂട്ട് 2 എന്ന് കിട്ടും. അപ്പൊ ഇവിടത്തെ ഈ ഒരു ഇതെന്ന് പറയുന്നത് എത്രയാണ്? 7 റൂട്ട് 2. റൂട്ട് 2ന്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 1.414. അതിന് നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 7 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 4 into 8 28. 2 ബാലൻസ് 1 into 7 7. 7 plus 2 9. 4 into 8 28. ബാലൻസ് 2. 7 plus 1 7 into 1 7. 7 plus 2 9 പോയിന്റ്. അപ്പം 9.8 എന്ന് കിട്ടും. 9.8 ഈ 9 ഞാൻ റൗണ്ട് ചെയ്ത് ഇവിടെ എടുക്കുമ്പോൾ ഇത് 9 ആയി മാറും. അപ്പം ഓർ ഒന്നുകിൽ 7 റൂട്ട് 2 അല്ലെങ്കിൽ ഇതിന്റെ വാല്യൂ 9.9. ഓക്കെ, ഈ 9 1 ആയിട്ട് മാറി റൗണ്ട് ചെയ്യുമ്പോൾ 8 എന്താവും? 9 ആയി മാറും. അപ്പം 9.9 ആണ് ഇതിന്റെ ലെങ്ത്. നമുക്കൊന്ന് അളന്ന് നോക്കാം. കണ്ടോ, ഇവിടെ 9 ഉണ്ട്. ഈ 10ന് 1 മില്ലിമീറ്റർ കുറവ്, 9.9 മില്ലിമീറ്റർ ആണ്. 9 സെന്റിമീറ്ററും 0.9 മില്ലിമീറ്ററും ഇവിടെ ഉണ്ട്. കറക്റ്റ് ആയിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ട്രൂ ആണ്. 9.9 അല്ലെങ്കിൽ 7 റൂട്ട് 2 എന്ന് പറയുന്നത് ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതും ഞാൻ എടുത്ത് അവിടോട്ട് മാറ്റി എഴുതുകയാണ്. 90 45 ഡിഗ്രി 45 ഡിഗ്രി എ ബി സി. ഇവിടെ 7 സെന്റിമീറ്റർ, ഇവിടെ 7 സെന്റിമീറ്റർ, ഇവിടെ 7 റൂട്ട് 2 കിട്ടി, അല്ലെങ്കിൽ 9.9 സെന്റിമീറ്റർ. ഓക്കെ, ഒരു ട്രയാങ്കിളോട് നമുക്ക് വരച്ചു നോക്കാം ഇത് ട്രൂ ആണോ എന്നുള്ളത്. കാരണം ഇതേ ഒരു റേഷ്യോയിൽ തന്നെയാണ് എന്ത് ട്രയാങ്കിൾ 9:45:45 വരച്ച് കിട്ടുന്നത് എന്നുള്ളത് നമുക്കൊന്നുകൂടെ നോക്കാം. ഞാൻ 8 സെന്റിമീറ്റർ ലെങ്ത് വരയ്ക്കുകയാണ്, ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇതിപ്പോ 8 ഉണ്ട്, 8 സെന്റിമീറ്റർ ഉണ്ട് എ ബി. ഇനി എന്ത് വേണം? ഇവിടെ ഒരു 90 ഡിഗ്രിയുടെ പെർപെൻഡിക്കുലർ ലൈൻ വേണം. ഡിഗ്രി മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ അത് വരയ്ക്കാൻ പോവുകയാണ്. ആ പോയിന്റും ഈ സൈഡും കൂടെ ചേർത്ത് വരയ്ക്കുക. ഇതിപ്പോ 90 ഡിഗ്രി കിട്ടി. ഇനി ഇവിടെ എനിക്ക് 45 ഡിഗ്രി എടുത്ത് വരയ്ക്കണം. ഡിഗ്രി എടുത്തിട്ടുണ്ട്. ഇനി അതും ഓക്കെ, ഈ എൻഡും അതും കൂടെ ചേർത്ത് വരച്ചു. ഇത് 45 ഡിഗ്രി ആണ്. അപ്പൊ ഇതും 45 ഡിഗ്രി ആയിരിക്കും. ഇത് 8 ആണ്. ഇവിടെ എത്രയാണെന്ന് അളന്ന് നോക്കാം. ഇതാ കറക്റ്റ് 8 സെന്റിമീറ്റർ ഇവിടെ ഉണ്ട്. അവിടെ മാർക്ക് ചെയ്യാം. ഇവിടത്തെ നമുക്ക് പൈതോറസ് വെച്ച് കണ്ടുപിടിക്കാം. ഇവിടെ ബി സി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എന്താണ്? എ ബി സ്ക്വയർ. എ ബി എന്ന് പറയുന്നത് എന്താണ്? 8ന്റെ സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ എത്രയാണ്? 8ന്റെ സ്ക്വയർ. ബി സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 8ന്റെ സ്ക്വയർ 8 into 8 64 പ്ലസ് 8 into 8 64. ബി സി ഈസ് ഈക്വൽ ടു റൂട്ട് 64 into 64 എന്ന് വെച്ചാൽ 2 into 64. ഇപ്പൊ ബി സി ഈസ് ഈക്വൽ ടു റൂട്ട് 2. ഈ റൂട്ട് 2ഉം കാണണം, റൂട്ട് 64ഉം കാണണം.
BC is equal to 64ന്റെ റൂട്ട് 8 അല്ലേ, 8ന്റെ സ്ക്വയർ ആണ് 64 എങ്കിൽ 64ന്റെ റൂട്ട് 8 പിന്നെ എന്തുണ്ട് റൂട്ട് 2 ഉണ്ട്. ഇതാണ് നമുക്ക് BC ആയിട്ട് കിട്ടുന്നത്. ഇതിന്റെ ഡെസിമൽ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അതായത് റൂട്ട് 2ന്റെ വാല്യൂ 1.414 ഇൻറ്റു 8 8 to 4 32 3 ബാലൻസ് 8 into 1 8 8 plus 3 വന്നിട്ട് 11 1 ഇവിടുത്തെ ബാലൻസ് 1 ഇനി 8 into 4 32 32 2 3 ബാലൻസ് കിട്ടുന്നു 1 into 8 8 8 plus 3 11 ഇത്ര 3 1 2 3 അല്ലേ, 3 പ്ലേസസ് കഴിഞ്ഞിട്ടാണ് ഡെസിമൽ പോയിന്റ് വരുന്നത്. 3 പ്ലേസസ് കഴിഞ്ഞ് നമുക്കിവിടെ ഡെസിമൽ പോയിന്റ് കൊടുക്കാം. അപ്പൊ ഇവിടെ വന്നിട്ട് റൗണ്ട് ചെയ്യാൻ പറ്റില്ല, 11.2 ആണ്. ഇത് 1 ആയതുകൊണ്ട് ഈ 1ന് നമുക്ക് 1 ആയിട്ട് ഇതിലൂടെ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 11.2 ഓർ 11.2 ആണ് ഇതിന്റെ ലെങ്ത്. നമുക്കൊന്ന് അളന്ന് നോക്കാം. കറക്റ്റ് 11 കഴിഞ്ഞ് ഒരു 2 മില്ലിമീറ്റർ ഉണ്ട്. 11. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, ഇവിടെയും എന്താണ് ഇതുപോലെ ഇവിടെ എത്രയാണോ ലെങ്ത് അതേ ലെങ്ത് തന്നെ ഇവിടെ വരുന്നത്. അതിന്റെ കൂടെ ഒരു റൂട്ട് 2 അല്ലേ ഇവിടെ നമുക്ക് കിട്ടിയത്. നമുക്ക് അത് ഇവിടെ വരയ്ക്കാം. 90 45 ഡിഗ്രി 45 ഡിഗ്രി ABC 8 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ 8 റൂട്ട് 2 അല്ലെങ്കിൽ എത്രയാണ് 11.2 ആണ് ഇവിടെ കിട്ടിയ ലെങ്ത്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഇതുവരെ വരച്ച ഈ 3 ട്രയാങ്കിളിന്റെ പ്രത്യേകത നോക്കൂ. ഈ 45 ഡിഗ്രിയുടെ അവിടെ എന്താണോ ഉള്ളത് അത് തന്നെയാണ് ഈ 45 ഡിഗ്രിയുടെ അവിടെ ഉള്ളത്. ഈ 90 ഡിഗ്രിയുടെ അവിടെ ആണെങ്കിലോ ഇവിടുത്തെ ലെങ്തിന്റെ കൂടെ ഒരു റൂട്ട് 2 വരുന്നു അല്ലേ. അടുത്തത് നോക്കിയാലും 7 7 7 റൂട്ട് 2 8 8 8 റൂട്ട് 2. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു റേഷ്യോ മനസ്സിലായല്ലോ. ഇവിടെ എന്താണോ ഉള്ളത് അത് തന്നെയായിരിക്കും ഇവിടെ, അതിന്റെ കൂടെ ഒരു റൂട്ട് 2 വെച്ചാൽ ഇവിടെ ഉള്ള ഹൈപ്പോട്ടൈനസ് നമുക്ക് കിട്ടും. ഇനി ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഒരു ട്രയാങ്കിളിന്റെ ബേസ് 100 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. നമുക്ക് ഇതുപോലെ വരച്ചു നോക്കേണ്ട ആവശ്യമില്ല, അളന്നു നോക്കേണ്ട ആവശ്യമില്ല. ഉറപ്പായിട്ടും പറയാം 90 45 45 ആണെങ്കിൽ ഇത് 100 ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെ ആയിരിക്കും, അവിടെ 100 സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടെ ആ 100 സെന്റിമീറ്ററിന്റെ കൂടെ ഒരു റൂട്ട് 2 വാല്യൂസ് കൂടെ വരും അല്ലെ. ഇതോ ഈ കണ്ടതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും എത്ര ട്രയാങ്കിൾ വേണമെങ്കിലും ഉറപ്പായിട്ട് നമുക്ക് ഇത് കൊടുക്കാൻ സാധിക്കും. ഇനി വേറൊരു ട്രയാങ്കിൾ ഞാൻ വരയ്ക്കുന്നു. 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി. ഇവിടെ വന്നിട്ട് 90 റൂട്ട് 2 എന്നാണ് വെച്ചോ. അപ്പൊ 90 റൂട്ട് 2 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും, ഈ 90 ആയിരിക്കും അല്ലെ. ഇപ്പൊ 100 റൂട്ട് 2 ആണെങ്കിൽ 100 അല്ലേ ഇവിടെയും വരുന്നത്. 6 റൂട്ട് 2 ആണെങ്കിൽ 6 അല്ലേ ഇവിടെയും വരുന്നത്. 7 റൂട്ട് 2 ആണെങ്കിൽ 7 7. അപ്പൊ ഈ 90 റൂട്ട് 2 ആണെങ്കിൽ ഇവിടെ എന്താവും 90 ആവും, ഇവിടെയും 90 ആവും. അപ്പൊ നിങ്ങൾക്ക് തരുന്ന ട്രയാങ്കിളിൽ ഏതെങ്കിലും ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ ബാക്കി 2 സൈഡ് ഈ ഒരു റേഷ്യോ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. കാരണം റേഷ്യോ എന്തായിരിക്കണം, ആംഗിൾ എന്തായിരിക്കണം, 45 ഡിഗ്രി 45 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി ആണെങ്കിൽ മാത്രമേ ഈ ഒരു റേഷ്യോ ഫോളോ ചെയ്യുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് മാത്തമാറ്റിക്സ് ആയിട്ട് നമ്മൾ എത്ര എടുക്കത്തുള്ളൂ, 1 എടുക്കത്തുള്ളൂ അല്ലേ. അതായത് നമ്മളൊരു മാത്സിന്റെ റിലേറ്റീവ് ആയിട്ട് എടുക്കുമ്പോൾ നമ്മളൊരു 1 യൂണിറ്റ് ഇട്ടേ ചെയ്യുള്ളൂ. ഇതിപ്പോ പല 6 യൂണിറ്റ് 7 യൂണിറ്റ് 8 യൂണിറ്റ് ഒക്കെയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് പറയുമ്പോൾ 1 യൂണിറ്റ് ഇട്ടാണ് നമ്മൾ അളക്കുന്നത്, 1 സെന്റിമീറ്റർ ഇട്ടാണ് അളക്കുന്നത്. അപ്പം ഞാൻ ഇത് 1 സെന്റിമീറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ ഇതും 1 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് 1 സെന്റിമീറ്റർ റൂട്ട് 2 ആയിരിക്കും. അപ്പൊ 1 ഇൻറ്റു റൂട്ട് 2 എന്ന് പറയുന്നത് എന്താണ്, റൂട്ട് 2. അതുകൊണ്ടാണ് ഇവിടെ റൂട്ട് 2 എന്ന് വന്നിരിക്കുന്നത്. അപ്പം 45ന് നമ്മൾ 1 എന്നുള്ള റേഷ്യോ എടുത്താൽ അടുത്ത 45 ഡിഗ്രി 1 ആയിരിക്കും. അതിന്റെ അടുത്ത 90 ഡിഗ്രി എന്ന് പറയുന്നത് 1 ഇൻറ്റു റൂട്ട് 2 അതായത് റൂട്ട് 2 ആയിരിക്കും. അപ്പൊ ഈ റേഷ്യോ എങ്ങനെ വന്നു എന്നുള്ളത് ഇപ്പൊ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഇതിന്റെ സൈൻ കോസ് ടാൻ റേഷ്യോസുകൾ നോക്കാം. ഈ 45 നമുക്ക് സൈൻ എഴുതാം. സൈൻ 45 ഡിഗ്രി കോസ് 45 ഡിഗ്രി ടാൻ 45 ഡിഗ്രി സീക്ക് 45 ഡിഗ്രി കൊസീക്ക് 45 ഡിഗ്രി കോട്ട് 45 ഡിഗ്രി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്.
45 45 ഇവിടെ 1 അല്ലേ, 45ന്റെ റേഷ്യോ 1, അപ്പോൾ 45ന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് 1, ഈ 45ന്റെ നേരെ റേഷ്യോ 1, ഈ 90യുടെ റേഷ്യോ √2 അല്ലേ, 90യുടെ റേഷ്യോ √2 കിട്ടും. ഇനി നമുക്ക് സൈൻ 45 ഡിഗ്രി വെക്കാം. സൈനിന്റെ ഡെഫിനിഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ്. ആരുടെ ഓപ്പോസിറ്റ്? ഈ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്. ഏതെങ്കിലും 45 എടുക്കാം, ഒന്നുകിൽ ഇത് എടുക്കാം അല്ലെങ്കിൽ ഇതെടുക്കാം. ഞാൻ ഈ 45 ഡിഗ്രി എടുക്കുകയാണ്. അപ്പോൾ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഈ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് നേരെ എതിരെ കിടക്കുന്ന ഈ സൈഡാണ് ഇതിന്റെ ഓപ്പോസിറ്റ്. അപ്പോൾ 45യുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പം ഓപ്പോസിറ്റിന്റെ വാല്യൂ 1. പിന്നെ എന്താണ്? ഹൈപ്പോട്ടേനസ്. ഈ ട്രയാങ്കിൾ ഹൈപ്പോട്ടേനസ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഈ 90 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് എപ്പോഴും ഹൈപ്പോട്ടേനസ്. ഏറ്റവും വലിയ സൈഡ് ആയിരിക്കും ഹൈപ്പോട്ടേനസ്. അപ്പൊ ഈ ട്രയാങ്കിൾ ഏറ്റവും വലിയ സൈഡ് ഇതാണ്. ഹൈപ്പോട്ടേനസ് എന്ന് പറയുന്നത് √2. അപ്പൊ ഹൈപ്പോട്ടേനസിന്റെ അവിടെ √2 കൊടുക്കുക. അപ്പൊ 1/√2 ആണ് സൈൻ 45 ഡിഗ്രി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ടേബിളിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. സൈൻ 45 ഡിഗ്രി എന്ന് പറയുന്നത് 1/√2. എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമ്മൾ 1/√2 സൈൻ 45 കണ്ടുപിടിക്കുന്നത്. ഇനി കോസിന്റെ ഡെഫിനിഷൻ എന്താണ്? അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ്. ആരുടെ അഡ്ജസെന്റ്? 45 ഡിഗ്രിയുടെ അഡ്ജസെന്റ്. ഈ 45 ഡിഗ്രിയുടെ അഡ്ജസെന്റ് എന്ന് പറയുന്നത് ഇതാണ്. അടുത്തൂടെ പോകുന്ന സൈഡ്, അടുത്തുള്ള സൈഡ്, അത് അഡ്ജസെന്റ് സൈഡ്. അപ്പൊ 45യുടെ അടുത്ത് കിടക്കുന്ന ഈ സൈഡാണ് അഡ്ജസെന്റ് സൈഡ്. അത് എത്രയാണ്? 1 ആണ്. പിന്നെ എന്താണ്? ഹൈപ്പോട്ടനസ്. ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് √2 ആണ്. അപ്പോൾ കോസ് 45 ഡിഗ്രിയും 1/√2 ആണ് വാല്യൂ. ഇനി ടാൻ 45 ഡിഗ്രി നോക്കാം. ടാൻ എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ് ആണ് ടാന്റെ ഡെഫിനിഷൻ. 45യുടെ ഓപ്പോസിറ്റ് 45ന്റെ അഡ്ജസെന്റ്. അപ്പൊ ഈ 45ന്റെ ഓപ്പോസിറ്റ് 1 ആണ്, ഡിവൈഡഡ് ബൈ 45ന്റെ അഡ്ജസെന്റ് സൈഡ് എന്ന് പറയുന്നത് 1 തന്നെ. അപ്പൊ ടാൻ 45 ഡിഗ്രി എന്ന് പറയുന്നത് 1നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എത്രയാണ്? 1 ആണ്. അപ്പൊ ടാൻ 45 ഡിഗ്രി എന്ന് പറയുന്നത് 1 എന്നുള്ളതാണ് ആൻസർ. ഇനി അടുത്ത സീക്ക് 45. സീക്കിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഈ കോസിനെ തിരിച്ചിട്ടാലുള്ളതാണ് സീക്ക്. അപ്പൊ കോസ് എന്ന് പറയുന്നത് അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ് അല്ലേ. അപ്പൊ സീക്ക് എന്താവും? ഇതിനെ തിരിച്ചിട്ടാൽ മതി. ഹൈപ്പോട്ടൈനസ് ബൈ അഡ്ജസെന്റ് സൈഡ്. ഹൈപ്പോട്ടൈനസ് ബൈ അഡ്ജസെന്റ് സൈഡ് ആണ് സീക്ക് 45യുടെ ഡെഫിനിഷൻ. 45ന്റെ അഡ്ജസെന്റ് സൈഡും ഹൈപ്പോട്ടൈനസ് ആണ് എഴുതേണ്ടത്. അപ്പൊ ഹൈപ്പോട്ടൈനസ് എന്ന് പറഞ്ഞാൽ √2 ആണ്, ഡിവൈഡഡ് ബൈ 45ന്റെ അഡ്ജസെന്റ് സൈഡ്. 45ന്റെ അഡ്ജസെന്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഓപ്പോസിറ്റ് സൈഡ്, ഇത് അഡ്ജസെന്റ് സൈഡ്. 45ന്റെ അഡ്ജസെന്റ് സൈഡ് എത്രയാണ്? 1 ആണ്. √2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എത്രയാണ്? √2. എന്തുകൊണ്ട്? ഏതൊരു നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ ആ നമ്പർ തന്നെ ആയിരിക്കും. ഇനി അടുത്ത കൊസീക്ക് 45 ഡിഗ്രി. കൊസീക്ക് എന്ന് പറയുന്നത് നമ്മുടെ സൈനിന്റെ നേരെ ഓപ്പോസിറ്റ് റേഷ്യോ ആണ് കൊസീക്ക് എന്ന് പറയുന്നത്. സൈനിന്റെ റേഷ്യോ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ് ആണെങ്കിൽ കൊസീക്കിന്റെ റേഷ്യോ ഇതിനെ തിരിച്ചിടണം. അപ്പൊ ഹൈപ്പോട്ടൈനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഇസ് ഈക്വൽ ടു, ഇതിലെ ഹൈപ്പോട്ടൈനസ് ആരാണ്? √2 ബൈ ഓപ്പോസിറ്റ് സൈഡ് 45ന്റെ ഓപ്പോസിറ്റ് എത്രയാണ്? 1 ആണ്. √2 ബൈ 1 എന്ന് പറയുന്നത് എന്താണ്? √2 ആണ്. ഇനി കോട്ട് 45. കോട്ട് എന്ന് പറയുന്നത് ഈ ടാന്റെ റേഷ്യോയുടെ ഓപ്പോസിറ്റ് റേഷ്യോ ആണ് കോട്ട് എന്ന് പറയുന്നത്. ടാന്റെ റേഷ്യോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് ആണെങ്കിൽ കോട്ടിന്റെ റേഷ്യോ അഡ്ജസെന്റ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അഡ്ജസെന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ആരുടെ അഡ്ജസെന്റ്? 45 ഡിഗ്രിയുടെ അഡ്ജസെന്റ് സൈഡ് എന്ന് പറയുന്നത് 1 ആണ്, ഡിവൈഡഡ് ബൈ 45ന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നതും 1 തന്നെ. അപ്പൊ 1നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ ഈസ് 1. അപ്പൊ കോട്ട് 45 ഡിഗ്രിയുടെ വാല്യൂ വന്നിട്ട് 1 ആയി. അപ്പൊ നമ്മൾ 45 ഡിഗ്രി വെച്ചിട്ടുള്ള ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു 90 ഡിഗ്രി 45 ഡിഗ്രിയുടെ ട്രയാങ്കിൾ വരയ്ക്കുക, അതിന്റെ എല്ലാ റേഷ്യോസ് ഇട്ട് കൊടുക്കുക, സൈനിന്റെ ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ്, അത് ഇട്ടുകൊണ്ട് നമുക്ക് ആൻസർ ഇതിന്റെ റേഷ്യോസ് കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ ടേബിൾ ഉണ്ട്. ടേബിൾ പഠിച്ചിട്ട് മറന്നു പോകണവര് ഇതുപോലെ ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരച്ച് റേഷ്യോസ് ഇട്ടിട്ട് സൈൻ 45 എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചാലും ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ പറയാം. സൈൻ 45 ഡിഗ്രി എന്ന് പറയുന്നത് 1/√2. കോസ് 45 ഡിഗ്രി എന്ന് പറയുന്നതും 1/√2. ടാൻ 45 ഡിഗ്രി വന്നിട്ട് 1 ആണ് റേഷ്യോ. സീക്ക് 45 ഡിഗ്രി √2 ആണ് റേഷ്യോ.
കൊസീക്ക് 45 ഡിഗ്രിയും √2 ആണ് റേഷ്യോ, കോട്ട് 45 ഡിഗ്രി 1 ആണ് റേഷ്യോ. അപ്പം ഇത് 3 പഠിച്ചു വെച്ചിട്ട് ഇതിനെ തിരിച്ചിട്ടാൽ മതി, നമുക്ക് ബാക്കി 3ന്റെ റേഷ്യോ ഇട്ടാൽ, സീക്ക് കൊസീക്ക് കോട്ടിന്റെ റേഷ്യോ ഇട്ടാൽ ഈ 3 റേഷ്യോ പഠിച്ചിട്ട് തിരിച്ചിട്ടാലും മതി. അപ്പം നിങ്ങൾക്ക് ഈ 45 ഡിഗ്രി റേഷ്യോസ് എങ്ങനെയാണ് വന്നതെന്നും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് 30, 60, 90 റേഷ്യോസ് എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. അടുത്ത നമുക്ക് ട്രിഗ്നോമെട്രി റേഷ്യോസ് ഓഫ് 30 ആൻഡ് 60 ഡിഗ്രി നോക്കാം. 30 ഡിഗ്രി 60 ഡിഗ്രി വരുമ്പോൾ ഉള്ള ട്രിഗ്നോമെട്രി റേഷ്യോസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ട്രിഗ്നോമെട്രി റേഷ്യോസ് അനുസരിച്ച് 30 ഡിഗ്രി ഈസ് ടു 60 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രിയുടെ വാല്യൂ എന്ന് പറയുന്നത് 30 ഡിഗ്രി എന്ന് പറയുന്നത് 1, 60 ഡിഗ്രി എന്ന് പറയുന്നത് √3, 90 ഡിഗ്രി എന്ന് പറയുന്നത് 2. ഇതാണ് റേഷ്യോസ്. അപ്പൊ ഈ റേഷ്യോസ് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് ആണോ, ഇത് പ്രൂവ്ഡ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാണ് കറക്റ്റ് ആവുന്നതെന്നൊന്ന് നോക്കാം. അപ്പൊ അതിന് ഞാനൊരു 6 സെന്റിമീറ്റർ ബേസ് ഉള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പോവുകയാണ്. ഒരു 6 സെന്റിമീറ്റർ ബേസ് ഉള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ പോവുകയാണ്. ഇപ്പൊ 6 സെന്റിമീറ്റർ ഉണ്ട്. പേര് കൊടുത്തു, ലൈൻ എ ബി എന്ന് കൊടുത്തു. ഞാൻ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുവാണ്, 90 ഡിഗ്രിയുടെ പെർപെൻഡിക്കുലർ ലൈൻ. നയൻറ്റി ഡിഗ്രി മാർക്ക് ചെയ്തു. എന്നിട്ട് ലൈൻ വരയ്ക്കാൻ പോകണം. ഈ പോയിന്റും താഴത്തെ ലൈൻ്റെ എൻഡും വെച്ച് 90 ഡിഗ്രി മാർക്ക് ലൈൻ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഞാനിത് 90 ഡിഗ്രിയുടെ ഇത് കൊടുത്തു. അപ്പം നമുക്കിവിടെ 30 ഉണ്ട്, 60 ഉണ്ട്. ഞാനിവിടെ 16 എടുത്ത് വരയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 13 എടുത്ത് വരയ്ക്കാം. ഞാനിവിടെ 16 എടുക്കാൻ പോവുകയാണ്. പ്രൊട്രാക്ടറിൽ ഞാൻ അവിടെ 60 ഡിഗ്രി എടുക്കാൻ പോവുകയാണ്. ഇതാണ് 0 ഡിഗ്രി, 10, 20, 30, 40, 50, 60. 60 എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ പ്രൊട്രാക്ടറിൽ നോക്കുക, നോക്കിയിട്ട് 60 ഡിഗ്രി ഉള്ളിടത്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഞാനിവിടെ 60 ഡിഗ്രിയാണ് എടുത്തത്. എ ബി, ഇതിന് ഞാൻ സി എന്ന് കൊടുത്തു. ഇത് 90 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 അല്ലേ? മൂന്ന് ട്രയാങ്കിളിൻ്റെ, ഒരു ട്രയാങ്കിൾ 3 ആംഗിൾ കൂട്ടിയ 180. ആ 180 മൈനസ് ഈ ആംഗിളും ഈ ആംഗിളും അല്ലേ? ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി. 180 ഡിഗ്രി മൈനസ് 90 പ്ലസ് 60 150 ഡിഗ്രി. 180 നിന്ന് 150 പോയാൽ ബാലൻസ് എത്രയാണ്? 30 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി. ഓക്കെ, നമ്മൾ അളന്ന് നോക്കേണ്ട ആവശ്യമില്ല. രണ്ട് ആംഗിൾ അറിയാമെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ 180 നിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ അത് 30 ഡിഗ്രി എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക്, ഞാൻ ഇവിടുത്തത് മാത്രമേ അളന്നിട്ടുള്ളൂ, ഇതോ ഒന്നും ഞാൻ അളന്നിട്ടില്ല. ഞാൻ ഇത് അളക്കാൻ പോവുകയാണ്. ഇവിടെ നോക്കിയാണ് നേരെ 12ലാണ് വന്നിരിക്കുന്നത്, 12ലാണ് വന്ന് നിൽക്കുന്ന ലൈൻ. അപ്പം ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 12 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് 6 സെന്റിമീറ്റർ ആണെന്നുള്ളത് നേരത്തെ നമ്മൾ അളന്നിട്ട് വരച്ചതാണ്. ഇവിടുത്തെ ഞാൻ അളന്നില്ല, ജസ്റ്റ് ഈ ആംഗിൾ പ്രൊട്രാക്ടറിൽ എടുത്തിട്ട് ലൈൻ വരയ്ക്കുകയാണ് ചെയ്തത്. എത്രയാണെന്ന് അളന്നിട്ടില്ലായിരുന്നു, മെഷർമെന്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പൊ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ അത് 12 സെന്റിമീറ്റർ ഉണ്ട്. ഈ താഴത്തെ ബേസ് 6 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഈ ആൾട്ടിറ്റ്യൂഡ് പൈതഗോറസ് തിയറം വെച്ച് ചെയ്യാം. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? എ സി ആണ് ആൾട്ടിറ്റ്യൂഡ്. അപ്പൊ എ സി സ്ക്വയർ ഇസ് ഇക്വൽ ടു ഹൈപ്പോട്ടേനസ് സ്ക്വയർ ബി സി സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എ ബി സ്ക്വയർ. അതായത് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഇക്വൽ ടു ഹൈപ്പോട്ടേനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അപ്പൊ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് എത്രയാണെന്ന് കിട്ടും. ഈ സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? റൂട്ട് ആവും. അപ്പൊ എ സി ഇസ് ഇക്വൽ ടു ഈ സ്ക്വയർ
റൂട്ടായി മാറും. ബി സി എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. 12ന്റെ സ്ക്വയർ മൈനസ് എ ബി എന്താണ്? 6 ആണ്. 6 സ്ക്വയർ. എ സി ഈസ് ഇക്വൽ ടു റൂട്ട് ഓഫ് 12ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 144 ആണ്. മൈനസ് 6ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 36. എ സി ഈസ് ഇക്വൽ ടു റൂട്ട് ഓഫ് 144ൽ നിന്നും 36 മൈനസ് ചെയ്യണം. 4ൽ നിന്ന് 6 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് 1 ബാലൻസ് കടമെടുക്കണം. ഇവിടെ 3, ഇവിടെ 40. 40ൽ നിന്ന് 6 പോയാൽ എത്രയാണ്? 8. 3ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 0, ബാലൻസ് 1. അപ്പോൾ 108 ആണ് ഇവിടെ കിട്ടുന്നത്. 108. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 108 കിട്ടി അല്ലെ? 144ൽ നിന്ന് 36 മൈനസ് ചെയ്താൽ 108. ഈ 108ന് റൂട്ട് ഇല്ല അല്ലെ? 108ന് ഒരു റൂട്ട് വാല്യൂസ് ഇല്ല. അപ്പൊ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഒരു റൂട്ടുള്ള നമ്പറും റൂട്ട് ഇല്ലാത്ത നമ്പറുമായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇവിടെ ലാസ്റ്റ് വരുന്നത് 8 ആണ് അല്ലെ? 8 വരുന്നത് ഏതൊക്കെ നമ്പർ തമ്മിൽ ഇൻറ്റു ചെയ്ത 8 വരും? 2 × 4 8 വരും. അതുപോലെ തന്നെ 3 × 6 8 വരും അല്ലെ? 6 × 3 8 വരും. അപ്പം റൂട്ടുള്ള ഒരു 6, ലാസ്റ്റ് ഡിജിറ്റ് 6 വരുന്ന റൂട്ടുള്ള ഒരു നമ്പർ ഏതാണ്? 36 ആണ്. 36ന് റൂട്ട് ഉണ്ട് അല്ലെ? 36ന്റെ റൂട്ട് 6 ആവും. അപ്പൊ 36ന് നമുക്ക് ഒരു 3 കൊണ്ടൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കാം. 6 × 3 18, ബാലൻസ് 1. 3 × 3 9, 9 + 1 10. അപ്പൊ 36ന് 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 108 കിട്ടും. അപ്പൊ 108ന് നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 36 × 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ എ സി ഈസ് ഇക്വൽ ടു റൂട്ട് ഓഫ് 3 × 36. 3യും 36ഉം ഇൻറ്റു ചെയ്താൽ എന്ത് കിട്ടും? 108. നമുക്കറിയാം റൂട്ട് ഓഫ് എ × ബി എന്ന് വെച്ചാൽ എന്താണ് ആൻസർ? റൂട്ട് എ × റൂട്ട് ബി എന്നാണ് അല്ലെ? ഈ റൂട്ട് ഓഫ് എ × ബി എന്ന് വെച്ചാൽ എയുടെ റൂട്ടും കാണുക, ബിയുടെ റൂട്ടും കാണുക. അതുപോലെ റൂട്ട് ഓഫ് 3 × 36 എന്ന് വെച്ചാൽ എന്താണ്? 3യുടെ റൂട്ടും കാണുക, 36ന്റെ റൂട്ടും കാണുക. ക്ലിയർ ആയല്ലോ? അത് മനസ്സിലായല്ലോ? ഇനി എന്ത് ചെയ്യണം? റൂട്ട് 3ക്ക് വാല്യൂ ഇല്ല, റൂട്ട് 36ന് വാല്യൂ ഉണ്ട്. എന്താണ്? 6ന്റെ സ്ക്വയർ ആണ് 36. അപ്പൊ 36ന്റെ റൂട്ട് 6 ആവും. അപ്പൊ എ സി ഈസ് ഇക്വൽ ടു 6, പിന്നെ എന്തുണ്ട്? റൂട്ട് 3. ഈ 36ന്റെ റൂട്ട് 6, റൂട്ട് 3യുടെ വാല്യൂ റൂട്ട് 3. അപ്പൊ 6 റൂട്ട് 3 എന്ന് കിട്ടും. അപ്പൊ എ സിയുടെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 6 റൂട്ട് 3. ഇനി ഈ റൂട്ട് 3 എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പർ ആണ്. റൂട്ട് 3യുടെ വില എന്ന് പറയുന്നത് 1. എത്രയാണ്? 7320 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. റൂട്ട് 3യുടെ വാല്യൂ എന്ന് പറയുന്നത് 1.7320 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു നോൺ ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള നമ്പർ ആണ് ഏത്? റൂട്ട് 3 എന്ന് പറയുന്നത്. റൂട്ട് 3 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. സോ നമുക്ക് ഈ 6ന്റെ കൂടെ റൂട്ട് 3 ഇൻറ്റു ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 6 × ദിസ് നമ്പർ. അപ്പൊ ഈ നമ്പർ എത്രയാണ്? ഞാൻ ഇതിന് 3 ഡിജിറ്റ് എടുക്കുകയാണ്. 1.732 വരെ ഉള്ളത് എടുത്തിട്ട് 6 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പോവുകയാണ്. 6 × 2 12, ബാലൻസ് 1. 6 × 3 80, 80 + 1 90, ബാലൻസ് 1. 6 × 7 42, 42 + 1 43, ബാലൻസ് 4. 6 × 1 6, 6 + 4 10. അപ്പം 10.392 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. ഈ 9 നമുക്ക് 1 ആയിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പൊ ഇതിന് റൗണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10. ഈ 9 ഈ 3യുടെ കൂടെ 1 ആയിട്ട് ആഡ് ചെയ്ത് 4 എന്ന് കിട്ടും. അപ്പൊ 10.4 ആണ് 6 റൂട്ട് 3യുടെ വാല്യൂ. 10.4 സെന്റിമീറ്റർ. അപ്പൊ ഇതിന്റെ ലെങ്ത് 10.4 സെന്റിമീറ്റർ എന്നുള്ളത് നമുക്ക് കിട്ടി. നമുക്ക് നോക്കാം. അപ്പൊ ഇവിടുത്തെ നേരത്തെ അളന്ന് നമ്മൾ മെഷർമെന്റ് എടുത്തായിരുന്നു 12 സെന്റിമീറ്റർ ഉണ്ടെന്ന്. ഇവിടുത്തെ മെഷർമെന്റ് എടുത്ത് നോക്കാം. ഇവിടെ നോക്കൂ, 10 കഴിഞ്ഞ് ഒരു 4 മില്ലിമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ 10.4 കറക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ 6 റൂട്ട് 3യുടെ ഡെസിമൽ വാല്യൂ ആണ് 10.4 എന്നുള്ളത്. ഞാൻ അപ്പൊ ഈ ഒരു ഫിഗറിനെ ഇവിടെ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുകയാണ്. നമ്മൾ വരച്ച ഫിഗറിന് ഇവിടെ 90 ആയിരുന്നു, ഇവിടെ 60 ആയിരുന്നു, ഇവിടെ
30 ആയിരുന്നു. ഞാൻ ഇവിടെ 6 സെൻറ്റിമീറ്റർ ആണ് എടുത്തത്. ഇവിടെ വന്നിട്ട് എനിക്ക് 6√3 എന്ന് കിട്ടി, അല്ലെങ്കിൽ 10.4 എന്നാണ് കിട്ടുന്നത്. ഇവിടത്തെ വന്നിട്ട് 12 ആയിരുന്നു. ഓക്കെ, എ ബി സി. ഇനി നമുക്കൊരു ട്രയാങ്കിൾ കൂടെ വരയ്ക്കാം. 6-ന് വരെ 5 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചൊന്ന് നോക്കാം. ഓക്കെ, ഞാൻ 5 സെൻറ്റിമീറ്റർ എടുക്കാൻ പോവുകയാണ്. ഫൈവ് സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. പേര് കൊടുത്തു എ ബി 5 സെൻറ്റിമീറ്റർ. ഞാൻ എന്നിട്ട് ഇവിടെ 90 ഡിഗ്രി എടുത്ത് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. ഡിഗ്രിയുടെ അവിടെ ഒരു കുത്തിട്ടു, ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഈ 90 ഡിഗ്രിയുടെ ഈ എൻഡും ഈ പോയിന്റും കൂടെ കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. വരച്ചു. ഇനി ഞാൻ ഇവിടെ നിന്നും 60 ഡിഗ്രി ആംഗിൾ എടുത്ത് ഒരു ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. ഡിഗ്രി ഇതാ കിടപ്പുണ്ട്. ഞാൻ അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ എ ബി സി. ഇനി ഞാൻ ഈ ഹൈപ്പോട്ടനസ് എത്രയുണ്ടെന്ന് അളന്ന് നോക്കാൻ പോവുകയാണ്. നോക്കൂ, 10 ഉണ്ട്, കണ്ടോ? കറക്റ്റ് 10 സെൻറ്റിമീറ്റർ ഉണ്ട്. ഹൈപ്പോട്ടനസിന്റെ നീളം 10 സെൻറ്റിമീറ്റർ ആണ്. എനിക്കിനി ആൾട്ടിറ്റ്യൂഡ് കാണണം. ആൾട്ടിറ്റ്യൂഡ് ഞാൻ പൈതഗോറസ് തിയറം വെച്ച് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. എ സി സ്ക്വയർ എന്ന് പറയുന്നത്, എ സി എന്ന് പറയുന്നത് റൂട്ട് ഹൈപ്പോട്ടനസ് സ്ക്വയറിൽ നിന്ന് ബേസ് സ്ക്വയർ മൈനസ് ചെയ്യുക. അപ്പൊ ബി സി സ്ക്വയർ, ബി സി എത്രയാണ്? 10. അപ്പൊ 10 സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ 5 സ്ക്വയർ. എ സി ഈസിക്കൽ ടു റൂട്ട് 10ന്റെ സ്ക്വയർ 100, 5ന്റെ സ്ക്വയർ 25. എ സി ഈസിക്കൽ ടു 75 എന്ന് കിട്ടും അല്ലെ. 100ൽ നിന്ന് 25 മൈനസ് ചെയ്താൽ 75 കിട്ടും. 75ന് റൂട്ട് ഇല്ല, അപ്പൊ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഒരു റൂട്ടുള്ള നമ്പറും റൂട്ടില്ലാത്ത നമ്പറുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ എങ്ങനെ എഴുതാം? എ സി ഈസിക്കൽ ടു 75 എന്ന് പറയുന്നത് 25നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 75 കിട്ടും അല്ലെ, 3 ടൈംസ്. അപ്പൊ 25 ഇൻറ്റു 3 ആണ് നമ്മുടെ 75 എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇതിനെ എന്ത് എഴുതാം? എ സി ഈസിക്കൽ ടു റൂട്ട് 25 കാണണം ഇൻറ്റു റൂട്ട് 3 കാണണം. അതാണ് റൂട്ട് ഓഫ് എ ഇൻറ്റു ബി എന്ന് വെച്ചാൽ റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി. എ സി ഈസിക്കൽ ടു 25ന് റൂട്ട് ഉണ്ട്, കാരണം എന്താണ്? 5ന്റെ സ്ക്വയർ ആണ് 25. അപ്പൊ 25ന്റെ റൂട്ട് എന്തായിരിക്കും? 5 ആയിരിക്കും. അപ്പൊ 25ന്റെ റൂട്ട് 5 എന്ന് കിട്ടി. റൂട്ട് 3ക്ക് റൂട്ട് ഇല്ല, അപ്പൊ റൂട്ട് 3 എന്ന് എഴുതി. റൂട്ട് 3 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. 5√3 ആണ് ഇവിടുത്തെ വാല്യൂ. കറക്റ്റ് ആയിട്ട് ഇതിന്റെ ലെങ്ത് അറിയണമെങ്കിൽ റൂട്ട് 3 കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യണം. റൂട്ട് 3 എന്ന് പറയുന്നത് 1.732 ആണ്. അതിനെ ഞാൻ 5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എനിക്ക് ഇത് 5 ഇൻറ്റു റൂട്ട് 3യുടെ വാല്യൂ എത്രയാണെന്ന് കിട്ടും. 5 ഇൻറ്റു 2 10 ബാലൻസ് 1. 5 ഇൻറ്റു 3 15, 15 പ്ലസ് 1 16 ബാലൻസ് 1. 5 ഇൻറ്റു 7 35, 35 പ്ലസ് 1 36 ബാലൻസ് 3. 5 ഇൻറ്റു 1 5, 5 പ്ലസ് 1 5 പ്ലസ് 3 8 പോയിന്റ്. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ റൗണ്ട് ചെയ്യാം? ഈ 6 ഇതിൻ്റെ കൂടെ, ഈ 6നെ 1 ആക്കി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പം 8 പോയിന്റ്. ഈ 6 1 ആയിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 7 ആവും. അപ്പോൾ 8.7 ആണ് ഇതിൻ്റെ റൗണ്ടഡ് വാല്യൂ. അപ്പോൾ ഇവിടെ ഓർ 8.7 നമുക്കൊന്ന് അളന്ന് നോക്കാം. ഇവിടെ നോക്കൂ, 5 കഴിഞ്ഞ് ഒരു 2 മില്ലിമീറ്റർ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 8.7 ഉണ്ട് കറക്റ്റ് ആയിട്ട്. അപ്പം നിങ്ങളും ഇത് വരച്ചൊന്ന് നോക്കിയാൽ കറക്റ്റ് 8.7 ഉണ്ടായിരിക്കും. അപ്പം ഇവിടെയും അപ്പം ഈ ഫിഗറും ഞാനൊന്ന് മാറ്റി വരയ്ക്കാൻ പോവുകയാണ്. കാരണം നമ്മളെ കയ്യിലുള്ളത് ഈ 5 സെൻറ്റിമീറ്റർ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇതൊന്നും നമ്മൾ അളക്കാതെ വന്ന മെഷർമെൻറ്റുകളാണ്. ഇവിടെ 60 ഡിഗ്രി മാത്രമേ നമ്മൾ മെഷർ ചെയ്ത് വരച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഈ സൈഡിൽ ലെങ്ത്, ഈ സൈഡിൽ ലെങ്ത് ഒന്നും നമ്മൾ മെഷർമെൻറ്റ് ചെയ്യാതെ വന്നതാണ്. ജസ്റ്റ് നമുക്കിതൊന്നും ഇവിടെ വരയ്ക്കാം. ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി, എ ബി സി. ഇവിടെ 5 സെൻറ്റിമീറ്റർ എടുത്തു, ഇവിടെ 10 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. ഇവിടെ 5√3 അല്ലെങ്കിൽ
8.7 ആണ് ഇവിടെ കിട്ടിയ മെഷർമെന്റ്. ഇനി ഞാൻ ഒരെണ്ണം കൂടെ വരച്ചു നോക്കാം. നമുക്ക് ഇവിടെ കിട്ടിയത് തന്നെ ഏതാണ്ട് 6 എടുത്താൽ അതിൻ്റെ കൂടെ 6√3, ആ 6ന്റെ ഡബിൾ ആവുന്ന 12, 6നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന 12, 5√3, 5നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 10. അപ്പൊ ഇത് തന്നെയാണോ ഇനി 4 എടുത്ത് നോക്കുമ്പോൾ കിട്ടുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ഈ 5 സെന്റിമീറ്ററിന് പകരം 4 സെന്റിമീറ്റർ എടുത്തൊന്ന് ഒരു ട്രയാങ്കിളൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ 4 സെന്റിമീറ്റർ എടുക്കാൻ പോവുകയാണ്. 4 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത്. 4 സെന്റിമീറ്റർ. AB 90 ഡിഗ്രി എടുക്കണം. ഞാൻ അവിടെ എടുക്കാൻ പോവുകയാണ്. 90 ഡിഗ്രി. 90 ഡിഗ്രി മാർക്ക് ചെയ്തു വരയ്ക്കാൻ പോകുന്നു. 90 ഡിഗ്രി വരച്ചു. ഇനി ഇവിടെ 60 ഡിഗ്രി എടുക്കണം. 60 ഡിഗ്രി എടുക്കാൻ പോവുകയാണ്. ഡിഗ്രി പോയിന്റ് മാർക്ക് ചെയ്തു. ഡിഗ്രി വരച്ചു. അപ്പൊ ഇത് എത്രയാണ്? 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 30 ഡിഗ്രി. ABC എന്ന് കൊടുത്തു. ഈ ഹൈപ്പോട്ടനസ് എത്രയാണെന്ന് അളന്നെടുക്കാം. 8 ഉണ്ട്. കറക്റ്റ് 8 സെന്റിമീറ്റർ ഉണ്ട്. ഹൈപ്പോട്ടനസ് വന്നിട്ട് 8 സെന്റിമീറ്റർ കിട്ടി. ഇനി നമുക്ക് ഇത് AC എത്ര എന്നുള്ള പൈതഗോറസ് തിയറം വെച്ച് നോക്കാം. AC എന്ന് പറയുന്നത് √BC സ്ക്വയർ. BC എത്രയാണ്? 8ന്റെ സ്ക്വയർ മൈനസ് AB സ്ക്വയർ. AB എത്രയാണ്? 4ന്റെ സ്ക്വയർ. AC = √8ന്റെ സ്ക്വയർ 8 × 8, 8 × 8 64 എന്ന് കിട്ടും. മൈനസ് 4ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 4 × 4, 4 × 4 16. അപ്പൊ 64ൽ നിന്ന് 16 മൈനസ് ചെയ്യണം. 5 ആവും. ഇവിടെ നിന്ന് കടം എടുക്കുമ്പോഴത്തേക്ക് ബോറോ ചെയ്യുമ്പോൾ 14 ആവും. 14ൽ നിന്ന് നമുക്ക് 6 പോയാൽ 8 ആണ് ആൻസർ. ഈ 5ൽ നിന്ന് 1 പോയാൽ 4 ആണ് ആൻസർ. 48 എന്ന് കിട്ടും. അപ്പൊ AC = √48. AC = √48 കിട്ടി. അപ്പൊ ഈ 48ന് റൂട്ട് ഇല്ല. 48ന് റൂട്ട് വാല്യൂ ഇല്ല. അപ്പൊ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഒരു റൂട്ട് വാല്യൂ ഉള്ള നമ്പറും ഇല്ലാത്ത നമ്പറുമായിട്ട്, ഒരു സ്ക്വയർഡ് നമ്പറും അല്ലാത്ത നമ്പറുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഈ 48 ലാസ്റ്റ് ഡിജിറ്റ് 8 വരണോണ്ട് 6നെ നമുക്ക് 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 8 കിട്ടും. അപ്പൊ 6 വരുന്ന ഫസ്റ്റത്തെ നമ്പർ 6 ആണ്. അത് കഴിഞ്ഞ് 6 വരുന്ന നമ്പർ 16 ആണ്. 16 ഒന്ന് നമുക്ക് 3 കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കാം. 6 × 3 18, ബാലൻസ് 1, 3 × 1 3, 3 + 1 4, 48 കിട്ടുന്നുണ്ട്. അപ്പൊ 16ഉം 3യും തമ്മിൽ ഇൻറ്റു ചെയ്താൽ 48 കിട്ടും. അപ്പൊ 48ന് എടുക്കേണ്ട നമ്പർ ഏതൊക്കെയാണ്? 16 × 3 ആണ്. അപ്പൊ AC = √16 × 3 എന്ന് എടുക്കാം. ഓക്കെ. AC = √16ഉം √3യും ഇൻറ്റു ചെയ്യുക. AC = 16ന്റെ റൂട്ട് 4 കിട്ടും. √3യുടെ വാല്യൂ √3. അപ്പൊ 4√3 ആണ് ഇവിടത്തെ ലെങ്ത്. അല്ലെങ്കിൽ ഈ 4നെ √3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. √3യുടെ വാല്യൂ എന്ന് പറയുന്നത് 1.732 ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 4 × 2 8, 4 × 3 12, ബാലൻസ് 1, 4 × 7 28, 28 + 1 29, ബാലൻസ് 2, 4 × 1 4, 4 + 2 6. അപ്പം 6.9. ഇത് വന്നിട്ട് റൗണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6.9. നെക്സ്റ്റ് ഡിജിറ്റ് 2 ആണ്. 2 വന്നിട്ട് 1 ആയിട്ട് നമുക്ക് ഇതിലൂടെ ആഡ് ചെയ്യാൻ പറ്റില്ല. 5 അല്ലെ 5 മോർ ആണെങ്കിൽ മാത്രമേ ഇത് 1 ആയിട്ട് റൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് 2 ആയിട്ട് പറ്റില്ല. അപ്പൊ 9 നമുക്ക് എടുക്കാം. 6.9 ആണ് ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത്. നമുക്കൊന്ന് അളന്ന് നോക്കാം. ഇതാ 6 കഴിഞ്ഞ് 7 ഒരു മില്ലിമീറ്റർ മുന്നേ ആയിട്ട് തീരുന്നുണ്ട്. അപ്പൊ 6.9 മില്ലിമീറ്റർ എന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം ഈ സൈഡിലുള്ള ലെങ്തും കിട്ടിക്കഴിഞ്ഞു. ഇതും ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്.
60 ഡിഗ്രി 90 30 എ ബി സി. ഇവിടെ കിട്ടിയത് എത്രയാണ്? 4√3 അല്ലെങ്കിൽ 6.9 കിട്ടി. ഇവിടെ ആണെങ്കിലോ 4 സെന്റിമീറ്റർ ആണ് നമ്മൾ എടുത്തത്, ഇവിടെ വന്നിട്ട് 8 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ട്രയാങ്കിൾസ് എല്ലാം നോക്കുക, ഇതിനെല്ലാം ഒരു റേഷ്യോ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ. ഇവിടെ 6 ആണെങ്കിൽ അതിന്റെ നേരെ ഡബിൾ ആയിരിക്കും ഇവിടെ 12. ഇതിന് 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും ഇവിടെ. ഈ 6ന്റെ കൂടെ ഒരു √3 ഇട്ട് കൊടുത്താൽ ഇവിടത്തെ വാല്യൂ കിട്ടും. ഇവിടെ 5 ആണെങ്കിൽ 5ന്റെ ഇരട്ടി 10 ആണ് കിട്ടണം. ഈ 5ന്റെ കൂടെ ഒരു √3 ഇട്ടാൽ ഇവിടത്തത് കിട്ടും. ഇവിടെ വന്നിട്ട് 4 ആണ്, 4ന്റെ ഇരട്ടി അല്ലെ 4ന്റെ ഡബിള്, 4നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 8 കിട്ടും. ഈ 4ന്റെ കൂടെ ഒരു √3 ഇട്ട് കൊടുത്താൽ ഇവിടത്തെ വാല്യൂ കിട്ടും. അപ്പൊ ഏതൊരു ട്രയാങ്കിളും 90 60 30 ഈ ഒരു ട്രയാങ്കിളിൽ വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ ഉള്ളത്, ഇതിന്റെ കൂടെ √3 ഇട്ടാലായിരിക്കും ഇവിടത്തെ കിട്ടുക. അപ്പൊ അത് കറക്റ്റ് ആണ്, നമ്മൾ വരച്ചു നോക്കിയപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ഇതിനെ 1 സെന്റിമീറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ, ഈ ബേസ് നമ്മൾ 1 സെന്റിമീറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ ഈ 1 സെന്റിമീറ്ററിന്റെ കൂടെ √3 ഇട്ടാലാണ് ഇവിടത്തത് കിട്ടുക അല്ലേ. ഇത് 1 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 1√3 ആയിരിക്കും. ഇത് 1 ആണെങ്കിൽ ഇവിടത്തെ എന്തായിരിക്കും? 1ന്റെ ഡബിൾ ആയിരിക്കും. 1 × 2 എത്രയാണ്? 2. ഇത് 2 ആയിരിക്കും. ഈ 1ന്റെ ഇരട്ടി ആവുന്ന 2 ആയിരിക്കും ഇവിടെ ഉള്ളത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ? 90 ഡിഗ്രിയുടേത് 2 ശരിയാണല്ലോ. 90 ഡിഗ്രിയുടേത് 2, 30 ഡിഗ്രിയുടേത് 1, 30 ഡിഗ്രിയുടേത് 1, 60 ഡിഗ്രിയുടേത് 1√3. 1 × √3 എന്ന് വെച്ചാൽ √3 ആണ് ആൻസർ. ഓർ √3. 1 × √3 എത്രയാണ്? √3. അപ്പൊ 60 ഡിഗ്രിയുടേത് √3. അപ്പൊ നമ്മൾ ഈ പല അളവുകളും എടുത്ത് 6 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ഒക്കെ എടുത്ത് വരച്ചാലും ഈ ഒരു റേഷ്യോ തന്നെയാണ് ഫോളോ അപ്പ് ചെയ്യണത് അല്ലെ. 6 √3 12 എന്നുള്ള ഈ ഒരു റേഷ്യോ തന്നെ ആയിരിക്കും ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇനി അപ്പൊ ഇതിന്റെ പ്രൂഫ് മനസ്സിലായല്ലോ. പ്രൂഫ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി. കറക്റ്റ് ആണ്, നമ്മൾ വരച്ചു നോക്കിയപ്പോഴും ഈ റേഷ്യോ കറക്റ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ 30 60 90യുടെ റേഷ്യോ പഠിച്ചു വെച്ചേക്ക്. 1:√3:2 ആണ്. ഇനി നമുക്ക് ഇതിന്റെ ട്രിഗ്നോമെട്രി റേഷ്യോസ് നോക്കാം. സൈൻ തൊട്ട് കോട്ട് വരെ ഉള്ളതിന്റെ റേഷ്യോസ് എത്രയൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. ഞാനത് സൈൻ നമുക്ക് ആദ്യം 30യുടെ എല്ലാം ചെയ്ത് നോക്കാം. സൈൻ 30 ഡിഗ്രി, കോസ് 30 ഡിഗ്രി, 30 ഡിഗ്രി. ഞാൻ അതിനുവേണ്ടി ഒരു ട്രയാങ്കിൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. 90 60 30, 30യുടെ റേഷ്യോ 1, 60യുടെ റേഷ്യോ √3, 90യുടെ റേഷ്യോ 2. സൈൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ്. 30യുടെ ഓപ്പോസിറ്റ് എടുക്കുക. അപ്പൊ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അത് എത്രയാണ്? 1 ആണ്. ഹൈപ്പോട്ടേനസ്, ഈ ട്രയാങ്കിളിലെ ഹൈപ്പോട്ടേനസ് എന്ന് പറയുന്നത് ഇതാണ്. കാരണം 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ വലിയ സൈഡാണ് ഹൈപ്പോട്ടേനസ്. അപ്പൊ 2 ഈസ് ദ ഹൈപ്പോട്ടേനസ്. അപ്പൊ സൈൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് 1/2 എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമുക്ക് കോസ് എടുക്കാം. കോസിന്റെ ഡെഫിനിഷൻ അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. 30യുടെ അഡ്ജസെന്റ്, 30യുടെ അഡ്ജസെന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് വന്നിട്ട് ഹൈപ്പോട്ടേനസ് ആണ്. സോ ദിസ് സൈഡ് ഈസ് ദ അഡ്ജസെന്റ് സൈഡ് ഓഫ് 30 ഡിഗ്രി. അപ്പൊ 30യുടെ അഡ്ജസെന്റ് സൈഡ് √3 ആണ്. അപ്പൊ അഡ്ജസെന്റ് സൈഡിന് √3 എന്ന് കൊടുക്കുക. ഹൈപ്പോട്ടേനസ് 2 ആണ്. അപ്പൊ √3/2 ആണ് കോസ് 30 ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി ടാൻ 30 ഡിഗ്രി എടുക്കാം. ടാന്റെ ഡെഫിനിഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ് ആണ് ടാന്റെ ഡെഫിനിഷൻ. അപ്പൊ ടാന്റെ ഡെഫിനിഷൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ്. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് 30യുടെ ഓപ്പോസിറ്റ് സൈഡ് 1 ആണ്. പിന്നെന്തുണ്ട്? അഡ്ജസെന്റ് സൈഡ്. 30യുടെ അഡ്ജസെന്റ് എന്ന് പറഞ്ഞാൽ √3. ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. 30യുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് ഓപ്പോസിറ്റ് സൈഡ്, അത് 1. 30യുടെ നേരെ അഡ്ജസെന്റിലുള്ളത് √3. അപ്പൊ 1/√3 ആണ് ടാന്റെ ഡെഫിനിഷൻ. സീക്ക് എന്ന് പറയുന്നത് കോസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. കോസിന്റെ ഡെഫിനിഷൻ അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണെങ്കിൽ സീക്കിന്റെ ഡെഫിനിഷൻ ഇതിനെ തിരിച്ചിടുക. ഹൈപ്പോട്ടേനസ് ബൈ അഡ്ജസെന്റ് സൈഡ് ആണ് സീക്കിന്റെ ഡെഫിനിഷൻ. അപ്പം ട്രയാങ്കിളിലെ ഹൈപ്പോട്ടേനസ് എത്രയാണ്? 2 ആണ്. ബൈ 30യുടെ അഡ്ജസെന്റ് സൈഡ്. 30യുടെ അഡ്ജസെന്റ് എന്താണ്? √3 ആണ്. അപ്പോൾ √3. ഇവിടെ നോക്കൂ, കോസിന്റെ √3/2. അപ്പൊ സീക്ക് എന്തായി? അതിന് നേരെ തിരിച്ചിട്ടപ്പോൾ 2/√3 എന്നുള്ളത് കിട്ടി.
ഇനി കൊസീക് 30. കൊസീക് എന്ന് പറയുന്നത് സൈൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. സൈൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണെങ്കിൽ കൊസീക് ഇതിനെ തിരിച്ചിടണം. ഹൈപ്പോട്ടേനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് കിട്ടും. ഇപ്പോൾ ട്രയാങ്കിൾ ഹൈപ്പോട്ടേനസ് 2 ആണ്. ഓപ്പോസിറ്റ് സൈഡ് 30യുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 1 ആണ്. 2/1 എന്ന് വെച്ചാൽ 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്രയാണ്? 2 ആണ്. ഇവിടെ നോക്കൂ, സൈൻ്റെത് 1/2, അതിനെ തിരിച്ചിട്ട 2/1 അല്ലെങ്കിൽ 2. ഇനി എന്താണ് കോട്ട് 30 ഡിഗ്രി? കോട്ട് എന്നുള്ളത് ടാനിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ടാനിന്റെ ഡെഫിനിഷൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് ആണ്. അപ്പോൾ കോട്ട് എന്താവും? അഡ്ജസെന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ്. അഡ്ജസെന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് ആണ് കോട്ടിന്റെ ഡെഫിനിഷൻ. അപ്പം 30യുടെ അഡ്ജസെന്റ് സൈഡ് ഇതാണ്, അത് √3 ആണ്. ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ്, 30യുടെ ഓപ്പോസിറ്റ് 1 ആണ്. അപ്പോൾ √3/1 എന്ന് പറയുന്നത് √3 ആണ്. അതായത് ടാനിൻ്റെത് 1/√3 ആണെങ്കിൽ അതിന് നേരെ തിരിച്ചിട്ട √3/1, ദാറ്റ് ഈസ് √3. അപ്പൊ ഇവർ 3 പേരുടെയും നേരെ തിരിച്ചുള്ള ആംഗിൾസ് റേഷ്യോസ് ആണ് ഈ 3 റേഷ്യോസും. അപ്പൊ എങ്ങനെയാണ് സൈൻ 30 ഡിഗ്രിയുടെ റേഷ്യോസ് കണ്ടുപിടിക്കണം? മനസ്സിലായല്ലോ. നിങ്ങൾ ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, അതിന്റെ റേഷ്യോ ഇട്ട് കൊടുത്തിട്ട് സൈൻ്റെ ഈ ഡെഫിനിഷൻസുകൾ വെച്ചിട്ട്, ഈ റേഷ്യോസ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ആൻസറുകൾ കണ്ടുപിടിക്കാം. കാണാതെ പഠിക്കണമെന്നില്ല, ഇങ്ങനെ വെച്ച് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. ഒന്നുകൂടെ പറയാം. സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2, കോസ് 30 ഡിഗ്രി √3/2, ടാൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/√3, സീക്ക് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ കോസിന്റെ നേരെ ഓപ്പോസിറ്റ് √3/2 ആണെങ്കിൽ 2/√3, കൊസിക് 30 ഡിഗ്രി എന്ന് പറയുന്നത് സൈൻ്റെ നേരെ ഓപ്പോസിറ്റ് 1/2 ആണെങ്കിൽ 2/1 അല്ലെങ്കിൽ 2. കോട്ട് 30 ഡിഗ്രി എന്ന് പറയുന്നത് ടാനിന്റെ നേരെ ഓപ്പോസിറ്റ് 1/√3 ആണെങ്കിൽ തിരിച്ചിട്ട √3/1, ആൻസർ √3. ഇനി നമുക്ക് 60 ഡിഗ്രിയുടെ നോക്കാം. സൈൻ 60 എല്ലാത്തിൻ്റെയും എല്ലാ ട്രിഗ്നോമെട്രി റേഷ്യോയുടെയും 60 ഡിഗ്രി ട്രിഗ്നോമെട്രി റേഷ്യോസ് എത്രയാണെന്ന് നോക്കാം. ഇപ്പൊ ഞാൻ ഈ 30 ഡിഗ്രി എല്ലാം മായ്ക്കുകയാണ്. സൈൻ 60 ഡിഗ്രി, കോസ് 60 ഡിഗ്രി, ടാൻ. ഓക്കെ, ഇപ്പൊ സൈൻ 60യുടെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കാം. 16 എവിടെ കിടക്കുന്നു? ഇതാ കിടക്കണം. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്, 60യുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ്. ഇതാണ് 60യുടെ ഓപ്പോസിറ്റ്. അത് എത്രയാണ്? √3 ബൈ ഹൈപ്പോട്ടേനസ്. ഹൈപ്പോട്ടേനസ് എത്ര? 2. അപ്പൊ √3/2 ആണ് സൈൻ 60. കോസ് 60 എന്ന് പറയുന്നത് 60ന്റെ അഡ്ജസെന്റ്. 60ന്റെ അഡ്ജസെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് വന്നിട്ട് ഹൈപ്പോട്ടേനസ്. അപ്പൊ ഈ സൈഡാണ് അഡ്ജസെന്റ് സൈഡ്. 60ന്റെ അഡ്ജസെന്റ് സൈഡ് 1 ആണ് ബൈ ഹൈപ്പോട്ടേനസ് അല്ലെ. ഹൈപ്പോട്ടേനസ് എന്ന് പറഞ്ഞത് 2. ഇനി കോസ് 60 ഡിഗ്രി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ്. 16ന്റെ ഓപ്പോസിറ്റ് √3, 16ന്റെ അഡ്ജസെന്റ് സൈഡ് എന്ന് പറയുന്നത് 1. √3/1 എന്ന് വെച്ചാൽ √3 ആണ് ആൻസർ. √3 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ √3 തന്നെയാണ് ആൻസർ. സീക്ക് 60 ഡിഗ്രി, അതായത് കോസിന്റെ നേരെ തിരിച്ചുള്ളത്. സീക്ക് എന്ന് പറയുന്നത് ഹൈപ്പോട്ടേനസ് ബൈ അഡ്ജസെന്റ്. 16ന്റെ അഡ്ജസെന്റ് ആണ് എടുക്കണം. ഹൈപ്പോട്ടേനസ് എത്രയാണ്? 2. അഡ്ജസെന്റ് 16ന്റെ അഡ്ജസെന്റ് എന്ന് പറയുന്നത് 1. അപ്പം 2/1 എന്ന് വെച്ചാൽ ആൻസർ 2 ആണ്. കൊസീക്ക് 60 ഡിഗ്രി, അപ്പം ഹൈപ്പോട്ടേനസ് എടുക്കണം 2. 16ന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ √3. അപ്പൊ 2/√3 ആണ് കൊസീക്ക് 60 ഡിഗ്രി. കോട്ട് 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അഡ്ജസെന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. 16ന്റെ അഡ്ജസെന്റ് എത്രയാണ്? 1. 16ന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് √3, 1/√3. നോക്കാം. സൈൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കൊസീക്ക്. അപ്പൊ √3/2 ആണെങ്കിൽ 2/√3. കോസിന്റെ ഓപ്പോസിറ്റ് ആണ് സീക്ക്. 1/2 ആണെങ്കിൽ സീക്ക് 2/1, അതായത് 2. ടാൻ്റെ ഓപ്പോസിറ്റ് ആണ് കോട്ട്. ടാൻ്റെത് √3/1, അതായത് √3 ആണെങ്കിൽ കോട്ട് എന്ന് പറയുന്നത് 1/√3. അപ്പം എളുപ്പം നിങ്ങൾക്ക് 60 ഡിഗ്രിയും ചെയ്യണത് എങ്ങനെയാ കണ്ടുപിടിക്കണമെന്ന് മനസ്സിലായി കാണും. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ 60 ഡിഗ്രിയുടെ സൈനും കണ്ടുപിടിക്കാൻ പറ്റും, 30 ഡിഗ്രിയുടെ സൈൻ റേഷ്യോസും കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത എപ്പിസോഡിൽ നമുക്ക് 0 ഡിഗ്രി ട്രിഗ്നോമെട്രി റേഷ്യോ 0 ഡിഗ്രിയിൽ എത്രയാണ് വരുന്നത്, 90 ഡിഗ്രിയിൽ എത്രയാണ് വരുന്നത് എന്നുള്ളത് ചെയ്തു നോക്കാം. അപ്പൊ ഇന്നത്തെ ഇതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. താങ്ക് യു.